കാസർഗോഡ് പൂച്ചക്കാട് അബ്ദുൽ ഗഫൂർ ഹാജി കൊലപാതക കേസിലെ 1758 പേജുള്ള കുറ്റപത്രം ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നു. നമ്മുടെ കൂടെ അന്വേഷണ ഉദ്യോഗസ്ഥനായ KG ജോൺസൺ സാർ നമ്മുടെ കൂടെ ചേരുന്നു. സർ, ആദ്യഘട്ടത്തിലെ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയൊരു കേസായിരുന്നു. ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. എന്താണ് പ്രധാനമായും പറയുന്നത് കുറ്റപത്രത്തിൽ എന്ന് പറഞ്ഞാൽ 1, 2, 3 പ്രതികൾ ചേർന്ന് ഒരു മരണത്തിന് 6 മാസം മുമ്പ് തന്നെ ഗൂഢാലോചന നടത്തി പാത്തൂട്ടി എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി മറ്റ് പ്രതികളുമായി ചേർന്ന് 13/4/2023 രാത്രിയിൽ ഒരു 6 മണിയോടുകൂടിയാണ് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇയാളെ തനിച്ചാക്കി അയാളിൽ നിന്നും കൈക്കലാക്കിയ സ്വർണം തിരിച്ചു കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അയാളെ ഭിത്തിയിൽ തലയിടിപ്പിച്ച് കൊല ചെയ്തത്. അതിനോടനുബന്ധിച്ചിട്ടുള്ള രേഖകളും മറ്റ് ഡിജിറ്റൽ തെളിവുകളും എല്ലാം ഞങ്ങൾ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ശേഖരിച്ചിരുന്നു. അതുപോലെ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആളുകൾ, സ്വർണം വിൽക്കാനും അത് കൈകാര്യം ചെയ്യുന്നതിനും സഹായിച്ച ആളുകൾ, ഇവരെ അടക്കം ഈ കേസിൽ 7 പ്രതികളാണുള്ളത്. അതിൽ 5 പ്രതികളെ നമ്മൾ അറസ്റ്റ് ചെയ്തു. ബാക്കി 2 പ്രതികൾ ഇപ്പോൾ വിദേശത്തേക്ക് കടന്നു. അവരെ തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടി ലുക്കൗട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. 1758 പേജുള്ള കുറ്റപത്രമാണ് ഹോസ്ദുർഗ് 1ാം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ അതിനോട് ചാർജിനോടൊപ്പം തന്നെ 63 രേഖകളുണ്ട്. കൂടാതെ ഇനി കോടതിയിലേക്ക് 200-ൽ അധികം രേഖകൾ ഹാജരാക്കാനുണ്ട്. തട്ടിയെടുത്ത പണം കൊണ്ട് ഈ പ്രതികൾ മറ്റെന്തൊക്കെയോ പദ്ധതികൾ ലക്ഷ്യമിട്ടിരുന്നു. തട്ടിയെടുത്ത പണം കൊണ്ട് ഇവർ കൊലപാതകത്തിന് ശേഷം ഈ നാട്ടിൽ നിൽക്കാൻ പറ്റാത്തതും അതുപോലെ തന്നെ ഇവരുടെ മന്ത്രവാദത്തിന് ആളുകൾ എതിരാവുകയും ചെയ്ത സാഹചര്യത്തിൽ ഇവർ കണ്ണൂരിലേക്ക് മാറുകയും അവിടെ കണ്ണൂർ ടൗണിൽ തന്നെ പുതിയൊരു ക്വാർട്ടേഴ്സ് 1ഉം 2ഉം പ്രതികൾ 1ഉം 2ഉം 3ഉം പ്രതികൾ ചേർന്ന് വാടകയ്ക്ക് എടുക്കുകയും തെക്കിയിൽ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലുള്ള പുതിയ ബിൽഡിങ്ങിൻ്റെ മുറി വാടകയ്ക്ക് എടുക്കുകയും അവിടെ അത്യന്താധുനികമായ രീതിയിലുള്ളൊരു കോസ്മെറ്റിക് ബ്യൂട്ടി പാർലർ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ഫർണിഷിംഗ് പണികളും പൂർത്തിയാക്കിയ സമയത്താണ് ഞങ്ങൾ ഇവരെ അറസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കോഴിക്കോടും ഇവർ പഠിച്ചിരുന്ന സ്ഥാപനത്തിൻ്റെ അവിടെ അക്യുപങ്ക്ചർ പഠിച്ചിരുന്ന സ്ഥാപനത്തിൻ്റെ അവിടെ ഇവർ മറ്റൊരു സ്ഥാപനം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് സ്ഥലം അന്വേഷിക്കുകയും അഡ്വാൻസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. എറണാകുളത്തും അതുപോലെ തന്നെ സമാനമായ രീതിയിലൊരു സംരംഭം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ഇവർ ആലോചിച്ചിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സാമ്പത്തികമായിട്ട് ഈ ഗഫൂർ ഹാജിയിൽ നിന്ന് കൈക്കലാക്കിയ സ്വർണത്തിൻ്റെ പങ്കുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അന്വേഷണത്തിൽ ബോധ്യമായിട്ടുണ്ട്. ആദ്യഘട്ടത്തിലെ ബാക്കൽ പോലീസിനെതിരെ വലിയ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഒരു സമിതി അടക്കം രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആദ്യം മരണപ്പെട്ട സമയത്ത് സ്വാഭാവിക മരണം എന്ന രീതിയിലാണ് ബന്ധുക്കൾ തന്നെ അടക്കുകയാണ് ചെയ്തത്. പിന്നീടാണ് അന്നത്തെ ദിവസം ആ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവും മോഷണം പോയതായിട്ട് ഗൾഫിൽ നിന്ന് മകന് സംശയം പ്രകടിപ്പിച്ച് ആ പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തതിന് ശേഷമാണ് അവിടെ കേസ് രജിസ്റ്റർ ചെയ്യുകയും മയ്യത്തടക്കിയ മൃതദേഹം പുറത്തെടുത്ത് RDOയുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടത്തുകയും ചെയ്തത്. പിന്നീട് അത് അന്വേഷണം ശരിയായ ദിശയിൽ നടക്കുന്നില്ല എന്ന് കാണിച്ചുകൊണ്ട് ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും അവർ ഉന്നത മേലധികാരികളെ കാണുകയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്ക് പരാതികൾ കൊടുക്കുകയും ചെയ്തിരുന്നു. അന്വേഷണത്തിൽ ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചു എന്ന് ഈ ആക്ഷൻ കമ്മിറ്റിയും അവരുടെ കുടുംബാംഗങ്ങളും ആരോപിക്കുന്നുണ്ട്. അതിനുശേഷം ആണ് അവിടുത്തെ അന്വേഷണം തൃപ്തികരമല്ലാത്തതിനാൽ ഡിസ്ട്രിക്ട് ക്രൈം ബ്രാഞ്ച് കാസർഗോഡിലേക്ക് മാറ്റി കൊടുക്കുകയും DYSP ഉത്തംദാസ് അന്വേഷിക്കുകയും ചെയ്തത്. അതിനുശേഷമാണ് എന്നെ ഈ അന്വേഷണം ബഹുമാനപ്പെട്ട കാസർഗോഡ് SP മാഡം ഏൽപ്പിച്ചത്. ബാക്കിയുള്ള 2 പ്രതികൾക്കായുള്ള ഉചിത തെരച്ചിൽ നടക്കുന്നു. അതെ, അത് ലുക്കൗട്ട് സർക്കുലർ നമ്മൾ അയച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് TMR ജോലി ചെയ്യുന്ന രാജ്യത്തു നിന്നും ഡീപ്പോർട്ട് ചെയ്യുന്ന മുറയ്ക്ക് ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്യുകയും അതിലേക്കുള്ള തെളിവിലേക്കായിട്ട് കസ്റ്റഡിയിൽ വാങ്ങി മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്യും. എന്തായാലും നാടിനെ തന്നെ നടുക്കിയൊരു സംഭവമായിരുന്നു പൂച്ചക്കാട്ടെ അബ്ദുൽ ഗഫൂർ ഹാജിയുടെ കൊലപാതകം. ആ ഒരു കുറ്റപത്രത്തിലെ വിവരങ്ങളാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ നമ്മോട് വിവരിച്ചത്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മണിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, റിപ്പോർട്ടർ കാസർഗോഡ്.